നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ചെങ്ങാലൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 11 വീടുകളുടെ മുകളിലേക്കും ഒരു കാറിന്റെ മുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണു. പ്രദേശത്തെ കാർഷിക വിളകൾക്കും പരക്കെ നാശനഷ്ടം. കല്ലൂർ കോട്ടായിയിൽ 55 വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറാട്ടുപറമ്പിൽ കൊച്ചുപോളാണ് മരിച്ചത്. കനത്ത മഴയെ തുടർന്ന് തോട്ടിലൂടെ ഒഴുകിവന്ന ആഫ്രിക്കൻ പായൽ കർഷകർക്ക് തലവേദനയായി. മറ്റത്തൂർ കുഴിക്കാണി പാടശേഖരത്താണ് വൻതോതിൽ ആഫ്രിക്കൻ പായൽ അടിഞ്ഞുകൂടിയത്. മറ്റത്തൂരിൽ നേന്ത്രക്കായ വിളവെടുപ്പിന്റെ കാലം. മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് വാഴ കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. NCTV ഇമ്പാക്ട്. മുപ്ലിയം സെന്ററിലെ പൊതുമരാമത്ത് റോഡിലെ കാനയിൽ വെള്ളം സുഗമമായി ഒഴുകുവാൻ തടസ്സമായിരുന്ന PVC പൈപ്പുകൾ നീക്കം ചെയ്തു. കേരള കർഷക സംഘം കൊടകര ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ വരന്തരപ്പള്ളിയിൽ നടത്തി. വാർത്തകൾ വിശദമായി. ചെങ്ങാലൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. കുണ്ടുകടവ്, SN പുരം, ആറ്റപ്പള്ളി, തെക്കേ നന്ദിപുരം എന്നിവിടങ്ങളിലാണ് മിന്നൽ ചുഴലിയുടെ പ്രഹരമുണ്ടായത്. 11 വീടുകൾക്ക് മുകളിലും ഒരു കാറിന് മുകളിലും മരങ്ങൾ കടപുഴകി വീണു. പ്രദേശത്തെ കാർഷിക വിളകൾക്കും പരക്കെ നാശനഷ്ടം. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയാണ് കാറ്റ് വീശിയത്. പയ്യപ്പള്ളി രാജുവിന്റെ വീടിന്റെ മുകളിലേക്ക് മാവ് കടപുഴകി വീണു. മരം വീണ് താനത്തുപറമ്പിൽ കൃഷ്ണൻ ഭാര്യ വിശാലാക്ഷിയുടെ വീടിന്റെ ട്രസ് ഷീറ്റിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. പുളിക്കപ്പറമ്പിൽ കുട്ടന്റെ വീടിനോട് ചേർന്ന് വൻ തേക്ക് മരമാണ് വീണത്. വീടിന്റെ മുകളിൽ വീഴാത്തതിനാൽ വൻ അപകടം ഒഴിവായി. മുല്ലക്കപ്പറമ്പിൽ ശ്രീലതയുടെ വീടിന്റെ മുകളിലേക്ക് മരം വീണു. മുല്ലശ്ശേരി തങ്കമണി, തയ്യിൽ രാമനാഥൻ, ചുള്ളിപ്പറമ്പിൽ മനോജ്, ഒല്ലൂക്കാരൻ പോൾ, കൊരട്ടിക്കാരൻ അമ്മിണി എന്നിവരുടെ വീടുകളിലേക്കും മരം കടപുഴകി വീണു. പൂയത്ത് ജയയുടെ വീട്ടുമതിൽ മരം വീണ് തകർന്നു. ആറ്റപ്പള്ളിയിൽ മൂക്കുപറമ്പിൽ അശോകന്റെ പറമ്പിൽ നിന്നിരുന്ന മാവ് വീടിന്റെ മുകളിലേക്ക് വീണു. മേലെ വീട്ടിൽ മാലതിയുടെ വീടിന്റെ മുകളിലേക്ക് തൊട്ടടുത്ത പറമ്പിലെ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. കോറ്റുകുളം സുരേഷിന്റെ കാറിന്റെ മുകളിൽ മരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണു. നന്ദിപുരം ഏരിയ കാടൻ ഗിരീഷിന്റെ 300ഓളം കുലച്ച വാഴകളാണ് മിന്നൽ ചുഴലിയിൽ നഷ്ടമായത്. പനക്കൽ സിംസന്റെ 4 ജാതിമരവും ഒരു തെങ്ങും കടപുഴകി വീണു. തോബി തോട്ടിയാന്റെ 25ഓളം കുലച്ച വാഴകൾ കടപുഴകി വീണു. ചിറ്റിയത്ത് സുനിൽകുമാറിന്റെ 6 ജാതിമരങ്ങളും ഒരു തേക്കും മഹാഗണിയും കടപുഴകി വീണു. തോട്ടിയാൻ ഓമന വിൽസന്റെ 6 ജാതിമരവും 2 കവുങ്ങും വീണു. പൂയത്ത് ആനന്ദവല്ലിയുടെ ഒരു തേക്കും ഒരു തെങ്ങും വീണു. വെങ്ങാട്ടുപറമ്പിൽ മാർസന്റെ 6 ജാതിയും കടപുഴകി വീണു. മേഖലയിലെ വൈദ്യുത കമ്പികളിലേക്കും മരങ്ങൾ വീണു. വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലത്ത് KK രാമചന്ദ്രൻ MLAയും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും സന്ദർശനം നടത്തി. 9-ാം വാർഡിന്റെ മങ്ങാട്ടുപാടത്തു നിന്ന് തുടങ്ങിയുള്ള ഒരു ചുഴലിക്കാറ്റ് അത് വീശി അടിച്ച് ഈ പ്രദേശത്തുള്ള മരങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വീടുകളിലെ മുകളിലേക്ക് വീഴുകയും ഇപ്പോൾ ഈ വീടിൻ്റെ തന്നെ പിന്നിൽ കാണുന്ന പുതിയ കാറാണ് എർട്ടിക്ക കാറ്. ആ കാറിൻ്റെ മുകളിലേക്ക് ഒരു മരത്തിൻ്റെ ഒരു ഭാഗം അടർന്നു വീണ് കാറ് പൂർണ്ണമായിട്ടും നശിച്ച രീതിയിലാണ് കിടക്കുന്നത്. പെട്ടെന്നുണ്ടായൊരു മിന്നൽ ചുഴിയാണ്. നന്ദിപുരം ഭാഗത്താണ്. ഞങ്ങൾ ഈ വാഴയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വലിയൊരു ശബ്ദത്തോടു കൂടി വന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഓടി രക്ഷപ്പെടുകയായിരുന്നു. എനിക്ക് ഒരു 300ഓളം വാഴ നശിച്ചു. കല്ലൂർ കോട്ടായിയിൽ 55 വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർ ഏറാട്ടുപറമ്പിൽ കൊച്ചുപോളാണ് മരിച്ചത്. കോട്ടായിലെ കപ്പേളയ്ക്കടുത്തുള്ള മോട്ടോർ ഷെഡിന് സമീപമായിരുന്നു താമസം. ഞായറാഴ്ച രാവിലെ 8:45ഓടെയാണ് പരിസരവാസികൾ പഞ്ചായത്ത് കുളത്തിൽ കൊച്ചുപോളിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെത്തിച്ചത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മരിച്ച കൊച്ചുപോൾ ഒറ്റയ്ക്കായിരുന്നു താമസം.
കനത്ത മഴയെ തുടർന്ന് തോട്ടിലൂടെ ഒഴുകിവന്ന ആഫ്രിക്കൻ പായൽ കർഷകർക്ക് തലവേദനയായി. മറ്റത്തൂർ കുഴിക്കാണി പാടശേഖരത്താണ് വൻതോതിൽ ആഫ്രിക്കൻ പായൽ അടിഞ്ഞുകൂടിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പലയിടങ്ങളിലായി അടിഞ്ഞുകൂടിക്കിടന്ന പായലുകൾ കുഴിക്കാണി തോട്ടിലൂടെ പാടത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ഇവിടെ കൃഷി ഇറക്കാനായി നിലമൊരുക്കുമ്പോൾ കൃഷിച്ചെലവ് വർദ്ധിക്കാൻ ഇത് കാരണമാകുമെന്ന് കർഷകർ പറയുന്നു. മലയോര പ്രദേശമായ മറ്റത്തൂരിൽ ഇത് നേന്ത്രക്കായ വിളവെടുപ്പിന്റെ കാലമാണ്. താരതമ്യേന മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് ഇത്തവണ വാഴ കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുകയാണ്. മെയ് അവസാന വാരം മുതലാണ് മറ്റത്തൂരിൽ നേന്ത്രക്കായ വിളവെടുപ്പ് ആരംഭിച്ചത്. ജൂലൈ ആയതോടെ വിളവെടുക്കുന്ന വാഴക്കുലകളുടെ എണ്ണം വർദ്ധിച്ചു. കേരള പഴം പച്ചക്കറി പ്രൊമോഷൻ കൌൺസിലിന് കീഴിൽ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിലൂടെയാണ് വിളവെടുക്കുന്ന ഏറെക്കുറെ വാഴക്കുലകളും വിറ്റഴിക്കപ്പെടുന്നത്. തിങ്കൾ വ്യാഴം ദിവസങ്ങളിലായി ആഴ്ചയിൽ 2 ദിവസമാണ് ഇവിടെ ചന്തയുള്ളത്. ശരാശരി 1500ഓളം വാഴക്കുലകളാണ് ഇപ്പോൾ ചന്ത ദിവസങ്ങളിൽ ഇവിടെ വിൽപ്പനയ്ക്കെത്തുന്നത്. ഓണക്കാലമായാൽ കായവരവ് വർദ്ധിക്കും. നേന്ത്രക്കായ ഉൽപാദനത്തിലും വിപണനത്തിലും ജില്ലയിൽ മുന്നിലുള്ള സ്വാശ്രയ കർഷക സമിതിയാണ് മറ്റത്തൂരിലേത്. ശരാശരി 5 കോടി രൂപയുടെ കാർഷിക വിഭവങ്ങളാണ് മറ്റത്തൂർ സ്വാശ്രയ ചന്തയിലൂടെ വർഷം തോറും വിപണനം ചെയ്യപ്പെടുന്നത്. നേന്ത്രക്കായയ്ക്ക് പുറമെ പാളയംകോടൻ, പൂവൻ, കണ്ണൻ, ഞാലിപ്പൂവൻ, കദളി തുടങ്ങിയ ചെറുകായകളും വിവിധയിനം പച്ചക്കറികളും മറ്റത്തൂർ സ്വാശ്രയ കർഷക ചന്തയിൽ വിൽപ്പനയ്ക്കെത്തിക്കുന്നുണ്ട്. എല്ലാ വർഷവും നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു മാർക്കറ്റാണ്. സാധാരണ നമുക്കൊരു 10 കിലോ 12 കിലോ കിട്ടിയിരുന്ന കൊലകളൊക്കെ ഇത്തവണ 8 കിലോ 7 കിലോനാണ് കിട്ടുന്നത്. അത് ഈ അസാധ്യ ചൂട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളതാണ് കൃഷിക്കാരുടെ ഇടയിലുള്ള പൊതുവെയുള്ള ഒരു സംസാരം. പിന്നെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വർഷം വിലയിൽ വലിയൊരു ഇടിവെന്ന് പറയാൻ പറ്റില്ല. അപ്പം ചെറുകായകൾ പാളയംകോടൻ, പൂവൻ, കണ്ണൻ, നെല്ലിക്കദളി ഇങ്ങനെയുള്ള ഇനത്തിനൊക്കെ നല്ല വിലയുണ്ട്. പക്ഷേ ഈ വേനൽ ചൂടിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ വിളവ് വളരെയായിട്ട് കുറഞ്ഞുപോയി. ഈ വർഷം സീസൺ തുടക്കത്തിൽ നേന്ത്രക്കായയ്ക്ക് കിലോഗ്രാമിന് 57 രൂപ വരെ ലഭിച്ചിരുന്നു. ഇപ്പോൾ വില 48 രൂപയായി താഴ്ന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ സീസണിൽ താരതമ്യേന മെച്ചപ്പെട്ട വില കർഷകർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉൽപാദനം കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് ചന്ദ്രൻ ചെറുപറമ്പിൽ പറഞ്ഞു. കഴിഞ്ഞ വേനലിൽ അനുഭവപ്പെട്ട അഭൂതപൂർവമായ ചൂടാണ് പ്രധാനമായും നേന്ത്രക്കായ ഉൽപാദനം കുറയാൻ ഇടയാക്കിയത്. നേന്ത്രക്കുലകളുടെ തൂക്കം കുറയാൻ ഇത് കാരണമായി. ആറ്റുനേന്ത്രൻ, മേട്ടുപാളയം, തേനി ഇനങ്ങളിൽപ്പെട്ട നേന്ത്രവാഴകളാണ് മറ്റത്തൂരിൽ കൃഷി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ വാഴക്കന്നുകൾ കൊണ്ടുവരുന്നത്. ആറ്റുനേന്ത്രൻ ഇനത്തിൽ 30 കിലോയോളം വരെ തൂക്കമുള്ള വാഴക്കുലകൾ വിളവെടുക്കാറുണ്ട്. തേനി ഇനത്തിൽ 25 കിലോ വരെയും മേട്ടുപാളയം ഇനത്തിൽ 12 മുതൽ 16 കിലോ വരെയുമുള്ള കുലകൾ ലഭിക്കും. എന്നാൽ ഇത്തവണത്തെ കഠിനമായ ചൂട് മൂലം വാഴക്കുലകളുടെ തൂക്കത്തിൽ 5 കിലോ വരെ കുറവുണ്ടായിട്ടുണ്ടെന്ന് കർഷകർ പറയുന്നു. NCTV ഇമ്പാക്ട്. മുപ്ലിയം സെന്ററിലെ പൊതുമരാമത്ത് റോഡിലെ കാനയിൽ വെള്ളം സുഗമമായി ഒഴുകുവാൻ തടസ്സമായിരുന്ന PVC പൈപ്പുകൾ നീക്കം ചെയ്തു. ജലജീവൻ മിഷന്റെ കണക്ഷനുമായി ബന്ധപ്പെട്ട് കാനയിൽ നിക്ഷേപിച്ച PVC പൈപ്പുകൾ കാരണമാണ് കാനയിലൂടെയുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്നത്. മഴ സമയത്ത് കാന നിറഞ്ഞ് വെള്ളം മുഴുവനായും റോഡിലൂടെ ഒഴുകുന്ന അവസ്ഥ NCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അധികൃതരുടെ നടപടി. കേരള കർഷക സംഘം കൊടകര ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ വരന്തരപ്പള്ളിയിൽ നടത്തി. സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് കമ്മിറ്റി അംഗം KV സജു, കൊടകര ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത്, പ്രസിഡന്റ് CM ബബീഷ്, ട്രഷറർ MV സതീഷ് ബാബു, KC ജെയിംസ്, സമ്മേളന സംഘാടക സമിതി അധ്യക്ഷൻ NM സജീവൻ, V കുമാരി, ജിജി ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. 2024 മെമ്പർഷിപ്പ് അധികമായി ചേർക്കാൻ വേണ്ടി കേരളത്തിൽ കഴിഞ്ഞു. ആ മെമ്പർഷിപ്പ് ആകെ കൃഷിക്കാരെ അണിനിരന്ന 16 വയസ്സ് പൂർത്തീകരിച്ച മുഴുവൻ ആൾക്കാരെയും മണൽ വാരുന്നതിനും കരിങ്കൽ ക്വാറികൾക്കും നിയമവിധേയമായി അനുമതി നൽകണമെന്ന് ലോഡിംഗ്, അൺലോഡിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ AITUC പുതുക്കാട് മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. ആമ്പല്ലൂരിൽ നടന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. NK സുബ്രൻ പതാക ഉയർത്തി. KP ബേബി അധ്യക്ഷത വഹിച്ചു. KP വിനോദ്, മനേഷ്, PU സുജിത്ത്, IK രാജീവൻ, BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, AITUC മണ്ഡലം പ്രസിഡന്റ് TK ഗോപി, KCEC ജില്ലാ സെക്രട്ടറി KV മണിലാൽ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം VR സുരേഷ്,
പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി MU മോഹൻദാസ്, ടെക്സ്റ്റൈൽ യൂണിയൻ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി CU പ്രിയൻ സെക്രട്ടറി, KP ബേബി പ്രസിഡന്റ്, IK രാജീവൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. എന്ന് പറഞ്ഞാൽ സഖാവ് ലെനിൻ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഇടയിൽ മത്സ്യത്തെ പോലെ പ്രവർത്തിക്കേണ്ട ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത്. ഈ അപൂർവ രോഗത്തെപ്പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളും പഠനഫലങ്ങളും വളരെ കുറവാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനം സ്വന്തം നിലവിലുള്ള ശാസ്ത്രീയ പഠനങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമഗ്ര മാർഗരേഖ തയ്യാറാക്കാൻ തീരുമാനിച്ചത്. തുടർ പഠനത്തിനും ഗവേഷണത്തിനുമായി ICMR സഹകരണത്തോടെ ഒരു സമിതിയെ നിയോഗിക്കുന്നതാണ്. സർക്കാർ, സ്വകാര്യ ആശുപത്രികൾ ഈ മാർഗരേഖ കൃത്യമായി പാലിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ്. ഇത്തരം വെള്ളവുമായി സമ്പർക്കത്തിൽ വരുന്നവരിൽ 26 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഈ രോഗം വരുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണമായി നെഗ്ലേറിയ ഫൗലോറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത്. ഈ രോഗം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരില്ല. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപുടത്തിലോ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമീബ തലച്ചോറിലേക്ക് കടക്കുകയും മെനിഞ്ചോ എൻസെഫലിറ്റിസ് ഉണ്ടാക്കുകയും ചെയ്യുന്നത്. മരോട്ടിച്ചാൽ മാന്നാമംഗലം റോഡിലെ കുഴിയിൽ ചാടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. ഡ്രൈവർക്ക് ചില്ല് വീണ് കൈക്ക് പരിക്കേറ്റു. മരോട്ടിച്ചാൽ മാന്നാമംഗലം റോഡിലെ കുഴിയിൽ ചാടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. ഡ്രൈവർക്ക് ചില്ല് വീണ് കൈക്ക് പരിക്കേറ്റു. മരോട്ടിച്ചാൽ മാന്നാമംഗലം റോഡിലെ മരോട്ടിച്ചാൽ വഴിനടച്ചിറ പാലത്തിന് സമീപത്തെ വലിയ കുഴിയിൽ ചാടിയപ്പോഴാണ് സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30 സംഭവം. മരോട്ടിച്ചാൽ മാന്നാമംഗലം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോർജ് ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നു വീണത്. മരോട്ടിച്ചാലിൽ നിന്നും തൃശൂരിലേക്ക് പോകും വഴിയാണ് അപകടം. ചില്ല് പൊട്ടി വീണ് ഡ്രൈവർ ഓലപ്പുരയിൽ സിജിയുടെ കൈക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ആയതിനാൽ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു. മാസങ്ങളായിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാത്തതിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. മലയോര ഹൈവേ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയെന്ന കാരണത്താലാണ് റോഡിൽ അറ്റകുറ്റപ്പണികൾ പോലും നടത്താത്തതെന്ന് നാട്ടുകാർ പറയുന്നു. CITU കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അറിവുത്സവം പുതുക്കാട് സംഘടിപ്പിച്ചു. CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് AV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ ആക്ടിംഗ് സെക്രട്ടറി PC ഉമേഷ്, ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, ബിന്ദു ഭാസ്കരൻ, MK മോഹനൻ, ഷീജ വത്സൻ, സന്തോഷ് തണ്ടാശ്ശേരി, അൻവർ സാദിഖ്, A രാജീവ്, സുജാത ഷാജി, ആലി കുണ്ടുവായിൽ, AK ബാലൻ, MA ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. തൊഴിലാളികൾക്കിടയിൽ വിവിധ അഭിരുചികൾ ഉണ്ടാകും. അങ്ങനെയുള്ള തൊഴിലാളികളെ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു അവസരമൊരുക്കി അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെ 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 വാർഡുകളിലും ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. അളഗപ്പനഗർ പഞ്ചായത്ത് സ്കൂളിന് സമീപം നടന്ന ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസി ജോണി, അംഗങ്ങളായ ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, PS പ്രീജു, സജന ഷിബു, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, ഓവർസിയർ സിൻഡോ എന്നിവർ പ്രസംഗിച്ചു. ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് വലിച്ചെറിയൽ മുക്ത പഞ്ചായത്താക്കി ചെയ്യുന്നതിന് വേണ്ടി അളഗപ്പന ഗ്രാമപഞ്ചായത്തിലെ 17 വാർഡുകളിലും ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുകയാണ്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി അളഗപ്പന ഗ്രാമപഞ്ചായത്ത് ക്ലീൻ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് ക്ലീൻ അളഗപ്പനഗർ എന്ന ആശയവുമായി മുന്നോട്ട് ബോട്ടിൽ ബൂത്തിന്
കൊടകര മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ രമ്യ ജയശ്രീ, പ്രിൻസ് ജോൺ, പി രാധാകൃഷ്ണൻ, കെ വെങ്കടാചലം, കെ വി രാമജയൻ, അനിൽ വടക്കേടത്ത് എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയരായവരിൽ തിമിര രോഗമുള്ളതായി കണ്ടെത്തിയ 26 പേരെ സൗജന്യ ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുത്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിന്റെ ഗ്രാമസഭയോടനുബന്ധിച്ച് വാർഡംഗം സലീഷ് ചെമ്പാറയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ ADS അംഗങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുത്തവർക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. മരുന്നുകഞ്ഞി വിളമ്പി നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. CDS അംഗം ബിജിത വേണു, ADS അംഗങ്ങളായ സരിത മനോജ്, ബിന്ദു സന്തോഷ്, ഗീത ബാബു, ഉഷ ബിജു എന്നിവർ നേതൃത്വം നൽകി. നവര അരിയും ചെറുപയറും ഉലുവയും ജീരകവും ഏലക്കായ, മഞ്ഞൾ, തേങ്ങാപ്പാലും 10-ലധികം പച്ചമരുന്ന് ചേരുവകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കർക്കിടക കഞ്ഞിയാണ് വിതരണം ചെയ്തത്. കൊടകര ബ്ലോക്ക് വയോജനങ്ങളുടെ തണൽ സംഘടനയുടെ നേതൃത്വത്തിൽ കൊടകര ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ പകൽ വീട് മന്ദിരത്തിൽ കർക്കിടക കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കോമ പുതുശ്ശേരിക്ക് കർക്കിടക കഞ്ഞിയുടെ ആദ്യ വിതരണം നടത്തി. വാർഡംഗം സജിനി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോയ് നെല്ലിശ്ശേരി, കൊടകര പഞ്ചായത്ത് തണൽ പ്രസിഡന്റ് MO ഡേവിഡ്, വേലായുധൻ പുതുശ്ശേരി, തണൽ വാർഡ് പ്രസിഡന്റ് തോമസ് പുല്ലോക്കാരൻ, മുൻ അംഗം VK സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം വെച്ചാൽ കർക്കിടക കഞ്ഞി ഇപ്പോൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണെന്നൊന്നും നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം നമ്മുടെ കാലാവസ്ഥ മാറി, ശരീരഘടന മാറി, ആരോഗ്യ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ കൊളത്തൂർ ഗ്രാമസമിതിയുമായി ചേർന്ന് രാമായണ മാസാചരണം നടത്തി. ഗ്രാമസമിതി പ്രസിഡന്റ് അരുൺകുമാർ വാകയിൽ അധ്യക്ഷത വഹിച്ചു. മേള കലാകാരൻ കൊടകര ഉണ്ണി രാമായണ സന്ദേശം നൽകി. റിട്ടയേർഡ് പ്രധാനാധ്യാപിക ഉഷ സത്യന് ഗുരുപൂജ നടത്തി. മാനേജർ C രാഗേഷ്, വൈസ് പ്രസിഡന്റ് ജയശ്രീ, PRO സീത, പ്രശാന്ത് കൊടകര, ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായണൻ, മിനി നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ധന്വന്തരി പൂജ നടന്നു. ക്ഷേത്രം തന്ത്രി ശ്രീരാജ് ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി, നടുവം ഹരി നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ കുട്ടഞ്ചേരി മൂസ് നിവേദിച്ച മുക്കുടി നിവേദ്യം വിതരണം ചെയ്തു. അന്നദാനവും ഉണ്ടായിരുന്നു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഔഷധകഞ്ഞി വിതരണം തിങ്കളാഴ്ച മുതൽ ഈ മാസം 28 വരെ നടക്കും. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് ചെങ്ങാലൂർ മലപ്പുറത്ത് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രം മേൽശാന്തി സജിത്ത് കാർമ്മികനായി. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രദീപ് കല്ലുപുറം, വിബീഷ് കോറ്റുകുളം, രജീന്ദ്രൻ കൊളത്തൂപ്പറമ്പിൽ, സനിൽ പെരിങ്ങാമ്പ്ര, സജീഷ് കൊല്ലിക്കര എന്നിവർ നേതൃത്വം നൽകി. സമസ്ത കേരള വാരിയർ സമാജം ജില്ലാ കൺവെൻഷൻ തൈക്കാട്ടുശ്ശേരിയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി VV മുരളീധര വാര്യർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണ വാര്യർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ VV ഗിരീശൻ, മധ്യമേഖലാ സെക്രട്ടറി AC സുരേഷ്, മേഖലാ വൈസ് പ്രസിഡന്റ് S ശങ്കരവാര്യർ, വനിതാ വിഭാഗം വനിതാ പ്രസിഡന്റ് ഗീത R വാര്യർ, ജില്ലാ സെക്രട്ടറി VV സതീശൻ, R രജനീഷ്, PV ശങ്കരൻകുട്ടി, ശ്രീജ ഓംകുമാർ, സന്ദീപ് ബാലകൃഷ്ണൻ, ഉഷാദാസ്, TV ശങ്കരൻകുട്ടി, സുശീല വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു. കൊടകര പാറേക്കാട്ടുകര സെന്റ് മേരീസ് പള്ളിയിലെ മതബോധന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയം കൈവരിച്ചവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. അനുമോദന യോഗം വികാരി ഫാദർ ജെയ്സൺ പാറേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മതബോധന പ്രധാനാധ്യാപകൻ CP ജോബി അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ റാണി ഗ്രേസ്, ജൻസൺ കാവുങ്ങൽ, സിമി ജോബ്, ജിസ്മി ഷെന്നി, ഷാലോം ജോജി എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃത്താല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജീവനി പദ്ധതിയിലേക്ക് സൈക്കോളജി അപ്രന്റീസിനെ താൽക്കാലികമായി നിയമിക്കുന്നു. യോഗ്യത സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം, ക്ലിനിക്കൽ സൈക്കോളജി, പ്രവൃത്തി പരിചയം എന്നിവ അഭിലഷണീയം. യോഗ്യരായവർ ഈ മാസം 24 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകൾ, പകർപ്പുകൾ എന്നിവ സഹിതം കോളേജ് ഓഫീസിൽ എത്തണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ
0466227053. വനിതകൾ ഗൃഹനാഥരായവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതിനുള്ള വിദ്യാധനം പദ്ധതിയിൽ ഓൺലൈനായി അപേക്ഷിക്കാം. വിവാഹമോചിതരായ വനിതകൾ, ഭർത്താവ് ഉപേക്ഷിച്ചവർ, ഭർത്താവിന് നട്ടെല്ലിന് ക്ഷതമേറ്റ പക്ഷാഘാതം കാരണം ജോലിക്ക് പോകാൻ സാധിക്കാത്ത കുടുംബത്തിലെ വനിതകൾ, ഭർത്താവിനെ കാണാതായി 1 വർഷം കഴിഞ്ഞവർ, നിയമപരമായ വിവാഹത്തിലൂടെ അല്ലാതെ അമ്മയായവർ എന്നിവർക്കാണ് പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുക. www.schemes.wcd.kerala.gov.in മുഖേന അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള അങ്കണവാടിയുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487236150. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6750 രൂപ, പവന് 54,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ചെങ്ങാലൂരിൽ മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. 11 വീടുകളുടെ മുകളിലേക്കും ഒരു കാറിന്റെ മുകളിലേക്കും മരങ്ങൾ കടപുഴകി വീണു. പ്രദേശത്തെ കാർഷിക വിളകൾക്കും പരക്കെ നാശനഷ്ടം. കല്ലൂർ കോട്ടായിയിൽ 55 വയസ്സുകാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറാട്ടുപറമ്പിൽ കൊച്ചുപോളാണ് മരിച്ചത്. കനത്ത മഴയെ തുടർന്ന് തോട്ടിലൂടെ ഒഴുകിവന്ന ആഫ്രിക്കൻ പായൽ കർഷകർക്ക് തലവേദനയായി. മറ്റത്തൂർ കുഴിക്കാണി പാടശേഖരത്താണ് വൻതോതിൽ ആഫ്രിക്കൻ പായൽ അടിഞ്ഞുകൂടിയത്. മറ്റത്തൂരിൽ നേന്ത്രക്കായ വിളവെടുപ്പിന്റെ കാലം. മികച്ച വില ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് വാഴ കർഷകരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു. NCTV ഇമ്പാക്ട്. മുപ്ലിയം സെന്ററിലെ പൊതുമരാമത്ത് റോഡിലെ കാനയിൽ വെള്ളം സുഗമമായി ഒഴുകുവാൻ തടസ്സമായിരുന്ന PVC പൈപ്പുകൾ നീക്കം ചെയ്തു. കേരള കർഷക സംഘം കൊടകര ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ വരന്തരപ്പള്ളിയിൽ നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.